വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ RRB എക്സാമുകൾ വരാനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ CBSE ഭാഗത്തു നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരിക. SCRT ഭാഗത്തു നിന്നാണ് PSCയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്നുണ്ടെങ്കിൽ CBSE NCERT ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗങ്ങൾ കുറച്ച് നോക്കി പോകാം. 5ാം ക്ലാസ്സിലെ തൊട്ട് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഓരോ ചാപ്റ്ററിൻ്റെയും പോയിൻ്റ് വൈസ് ആണ് എടുത്തിരിക്കുന്നത്. ആക്ടിവിറ്റീസ് അടക്കം പോയിൻ്റ് വൈസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം ആ ഒരു ചാപ്റ്റർ നമുക്ക് കൂടുതലും പിള്ളേർക്ക് വായിച്ച് പോകാനുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ള കാരണം അതിൽ പോയിൻറ്റ്സ് മാത്രം എടുത്ത് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അതിലുള്ള ആക്ടിവിറ്റീസുകളും അതിൽ ഇതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കുട്ടികൾക്ക് ചെയ്യേണ്ട കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ടുള്ള ഒരു ബുക്ക്, ഒരു നോട്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് EVSലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് സൂപ്പർ സെൻസസ് എന്നാണ് കേട്ടോ. സൂപ്പർ സെൻസസ് എന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ആൻഡ് നോ ദാറ്റ് ദ അതർ ആൻഡ്സ് വേർ നോട്ട് ഫ്രം ഇറ്റ്സ് ഗ്രൂപ്പ്. അതായത് ഫസ്റ്റ് തന്നെ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത്, ഈ ചാപ്റ്ററിൽ കൂടുതൽ നമ്മളുടെ സെൻസുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കണ്ണ്, തൊക്ക്, മൂക്ക് എന്നിവയെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഓർഗൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ അതിൽ ഒരു ഉറുമ്പുണ്ട്. ആ ഒരു ഉറുമ്പ് എങ്ങനെയാണ് പോകുന്നതെന്നും അതിനെക്കുറിച്ച് നിരീക്ഷിക്കാനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് എനിമൽസ് ഓൾസോ ഹാവ് എ ഡിഫറെൻറ്റ് സെൻസസ്. അതായത് എന്താണ് പറയുന്നത്, എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിലില്ല ആൻഡില്ല എന്നുള്ളത്, ആൻഡിനെ എങ്ങനെയാണ് അറിഞ്ഞതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, എനിമൽസിന് എന്തുണ്ട്, ഡിഫറെൻറ്റ് സെൻസസ് ഉണ്ട്. ദേ ക്യാൻ സീ, ഹിയർ, സ്മെൽ ആൻഡ് ഫീൽ. ഡ്യൂ ടു ദീസ് എബിലിറ്റീസ് ദ ആൻഡ് കെയിം ടു നോ ദാറ്റ് ദ അതർ ആൻഡ്സ് വേർ നോട്ട് ഫ്രം ഇറ്റ്സ് ഗ്രൂപ്പ്. അതായത് ആ ഗ്രൂപ്പിലെ ആൻഡില്ലാന്ന് മനസ്സിലാവാൻ കാരണം എന്താ, ആൻഡ്സിനും അതായത് എനിമൽസിനും എന്തുണ്ട്, സെൻസ് ഓർഗൻസ് ഉണ്ട് അല്ലേ. അവർക്കും സീ ചെയ്യാം, ഹിയർ അതായത് കേൾക്കാം, മണക്കാം, അതുപോലെ തന്നെ എല്ലാം ഫീൽ ചെയ്യാനൊക്കെ ഉള്ള കഴിവ് ഉണ്ട്. How did the guard recognize this ant? Some animals can find their friends by their smell. അതായത് ചില ആൻസിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, സ്മെല്ലോട് കൂടിയിട്ട് നമുക്ക് മണത്തിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. The guard and recognize this ant by its smell. ഓക്കെ, അപ്പോൾ അതൊക്കെയുണ്ട് ആൻസിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഇനി പറയുന്നതാണ് മോസ്കിറ്റോസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോസ്കിറ്റോസിന് എന്താണ്, മോസ്കിറ്റോ, ഹാവ് യു എവർ ബീൻ ട്രബിൾഡ് ബൈ മോസ്കിറ്റോസ്, ജസ്റ്റ് തിങ്ക് ഹൗ ഡു ദേ നോ വേർ യു ആർ. എങ്ങനെയാണ് മോസ്കിറ്റോസ് അറിയുന്നത് അല്ലേ, നമ്മൾ എവിടെയാണുള്ളതെന്ന് അറിയുന്നത് എങ്ങനെയാണ്. മോസ്കിറ്റോസ് ഫൈൻഡ് us ബൈ ദ സ്മെൽ ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയുടെ സ്മെല്ല് നോക്കിയിട്ടാണ് എന്ത് വരുന്നത്, മോസ്കിറ്റോസ് വരുന്നത്. സോൾസ് ഓഫ് ഹീറ്റ് ആൻഡ് ഓൾസോ ബൈ ദ ഹീറ്റ് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയുടെ ഹീറ്റ് നോക്കിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൊതുകുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോഗിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടല്ലോ. ഹാവ് യു സീൻ എ ഡോഗ് സ്നിഫിങ് ഹിയർ ആൻഡ് വാട്ട് ഡു യു തിങ്ക് ഇറ്റ് ഈസ് ട്രൈ ടു സ്മെൽ. യെസ്, ഹാവിൻ. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഡോഗിന് നമ്മളെ സ്മെൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ സ്മെല്ലിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അതായത് നമുക്കറിയാമല്ലേ, ഡോഗ് ക്യാൻ മേക്ക് ഇറ്റ് ഔട്ട് ഓഫ് അനദർ ഡോഗ് ഹാഡ് കം ഇൻ ടു ദെയർ ഏരിയ ബൈ ദ സ്മെൽ ഓഫ് ഇറ്റ്സ് യൂറിൻ. അതായത് ഒരു ഡോഗ് അവിടേക്ക് വന്നിട്ടുണ്ടോ എന്ന് അവരുടെ യൂറിൻ്റെ സ്മെൽ അനുസരിച്ചിട്ടാണ് അവർക്ക് അറിയാനായിട്ട് പറ്റുന്നത്. സോ ഇൻ ഓർഡർ ടു ചെക്ക് ഔട്ട് whether any other dog has come out or not, a dog sniffs here and there. അപ്പോൾ എന്താണ് പറയുന്നത്, അപ്പോൾ അങ്ങനെ യൂറിൻ്റെ സ്മെല്ല് അനുസരിച്ചിട്ടാണ് ഓരോ ഡോഗുകളും അവരെ പരസ്പരം തിരിച്ചറിയുന്നത്. In what ways do human beings use the special sense of smell of dogs? അപ്പോൾ നമ്മുടെ ഈ സ്മെൽ ഓഫ് ഡോഗ്സിൻ്റെ കഴിവാണല്ലേ ഈ മണത്തറിയാനായിട്ട് പറ്റുന്നുള്ളത്. അതെങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ്സ് അതിനെങ്ങനെയാണ് ഉപകാരപ്രദമാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വി യൂസ് ദ സ്പെഷ്യൽ സെൻസ് ഓഫ് സ്മെൽ ഡോഗ്സ് ടു ക്യാച്ച് ക്രിമിനൽസ് അല്ലേ. ക്രിമിനൽസിനെ ക്യാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഡോഗ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. റിക്കവർ ദ സ്റ്റോളൻ ഗുഡ്സ്, സെർച്ച് ഔട്ട് ബോംബ്സ് ആൻഡ് എക്സ്പ്ലോസീവ്സ് എക്സെട്ര. അതായത് ബോംബ്സ് തിരിച്ചറിയുവാനായിട്ടും അതുപോലെ തന്നെ നമ്മൾ മോഷ്ടിച്ച വസ്തുക്കളൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, നായയുടെ ഈ ഒരു ഗുണത്തെ പ്രയോജനപ്പെടുത്തിയിട്ടാണല്ലേ ഉപയോഗിക്കുന്നത്. When do you find your sense of smell helpful to? List some example like to know by its smell that food has gone bad or that something is burning. അതായത് പറയുന്നത് നമുക്ക് എങ്ങനെയാണല്ലേ, നമ്മൾ കരിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫുഡിൻ്റെ സ്മെല്ലൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. Besides smelling the bad food and the smell of burning, our sense of smell help us to choose of good food, perfume, soap, incense stick, etc. and also to find out if any cloth is stinking due to sweet. നമുക്കറിയാലേ
അല്ലേ? എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മെല്ലെന്ന് പറയുന്ന ആ ഒരു ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഫുഡ് കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫുഡിൻ്റെ മണമൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ആ ഒരു സ്മെല്ലെന്ന് പറയുന്ന ഒരു ഓർഗൻ നമുക്ക് ഉണ്ടെന്നുള്ളത് ഒന്ന് പറയേണ്ടത്. അതായത് 5ാം ക്ലാസ്സിലെ പിള്ളേർക്ക് കാരണം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അവരിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ നെയിം ദ അനിമൽസ് ദാറ്റ് യു വുഡ് ബി ഏബിൾ ടു റെക്കഗ്നൈസ് ഓൺലി ബൈ ദർ സ്മെൽ വിത്തൗട്ട് സീയിങ് ദം. അതായത് നമുക്ക് കാണാതെ തന്നെ ഈ സ്മെല്ല് തിരിച്ചറിഞ്ഞിട്ട് സ്മെല്ല് നോക്കിയിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റുന്ന ജീവികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വി ക്യാൻ റെക്കഗ്നൈസ് പെറ്റ് അനിമൽസ് ലൈക്ക് ഡോഗ്, ക്യാറ്റ്, കൗ, ബഫലോ, ഗോട്ട് എക്സിട്ര ബൈ ദെയർ സ്മെൽ. എന്തൊക്കെയാണ് പറയുന്നത്? ഡോഗ്, കാറ്റ്, കൗ, ബഫലോ അല്ലേ, ഗോട്ട് എക്സിട്ര എന്നിവയ്ക്കൊക്കെ എന്താണ് സ്മെല്ല് അനുസരിച്ച് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ നെയിം ഓഫ് ദ ബേർഡ് വിച്ച് ഹാസ് ഐസ് ഇൻ ഫ്രം ഓഫ് ഇറ്റ്സ് ഹെഡ് ലൈക്ക് എ ഹ്യൂമൻ. അതായത് തലയിൽ കണ്ണുള്ള ജീവി പക്ഷി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേർഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓളാണ് അല്ലേ, മൂങ്ങയാണ്. തലയിൽ കണ്ണുള്ള പക്ഷി ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ നെയിം ഓഫ് സം ബേർഡ്സ് വിച്ച് ഹാവ് ഐസ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ഹെഡ്. ഹെഡിൻ്റെ സൈഡിൽ തലയുടെ ഇരുവശത്തും കണ്ണുകളുള്ള ജീവികൾ ഏതൊക്കെയാണ്? അവരെ ഹെഡുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ സൈസ് ഓഫ് ദെയർ ഐസ് is compared to the size of their head. Birds like crow, pigeon, parrot, sparrow, eagle etc. have eyes on either side of the head. അതായത് എന്താണ്? തത്തയ്ക്കാണെന്നുണ്ടെങ്കിലും കാക്കയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്തുണ്ട്, കഴുകനാണെന്നുണ്ടെങ്കിലും എന്താണ് പറയുന്നത്, തലയുടെ സൈഡ് ഇരുവശങ്ങളിലായിട്ടാണ് എന്നുള്ളത് കണ്ണുള്ളത് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് ദ സൈസ് ഓഫ് ദെയർ ഐസ് ഈസ് വെരി സ്മോൾ ആസ് എ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദെയർ ഹെഡ്. അതായത് ഹെഡ് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഐ എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര സ്മോളാണ്. ഓക്കെ. Next question. Now can you guess from what distance can an eagle in the sky see a roti on the ground? അതായത് കഴുകന് നമ്മൾ ഏറ്റവും മുകളിൽ ആകാശത്താണെന്നുണ്ടെങ്കിലും കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിലും താഴെയുള്ള റൊട്ടി കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്കറിയാലേ കോഴികളൊക്കെ കാണാനായിട്ട് പറ്റും, പിടിക്കാനായിട്ട് പറ്റും. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ വിഷൻ ഓഫ് ഈഗിൾ ഈസ് മച്ച് പവർഫുൾ ദാൻ ഔട്ട് ഓഫ് അവേഴ്സ്. നമ്മളെക്കാളും ഭയങ്കര ശക്തിയാണ് അവരുടെ കണ്ണിൻ്റെ പവർഫുൾ എന്ന് പറയുന്നത്. ദ വിഷൻ ഓഫ് അവരുടെ കാഴ്ച എന്ന് പറയുന്നത് നല്ല പവർഫുള്ളാണ്. ആസ് ആൻ ഈഗിൾ ക്യാൻ സി എ റോട്ടി ഓൺ ദ ഗ്രൗണ്ട് ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് എബൌട്ട് 1.5 of 2 kilometers. എന്താ പറയുന്നത്, 1.5 കിലോമീറ്റർ അല്ലേ, 1.5 അല്ലെങ്കിൽ 2 കിലോമീറ്റേഴ്സിനും അകലെയുള്ള എന്ത് കാണാനായിട്ട് പറ്റും, എന്തെങ്കിലും വസ്തുക്കളെ കാണുന്നതിനായിട്ടുള്ള കഴിവ് ആർക്കുണ്ട്? ഈ കഴുകനുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നെയിം ഓഫ് 10 animals whose ears can be seen. അതായത് ചെവി കാണാൻ പറ്റുന്ന ജീവികൾ ഏതൊക്കെയാണ്? അവരുടെ ചെവിയൊക്കെയാണ് കാണാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൗ, ബഫലോ, ഓക്സ്, ഹോഴ്സ്, ഡോങ്കി, ഡോഗ്, ഡീർ, എലഫന്റ്, റാബിറ്റ്, മങ്കി ഇവരുടെയൊക്കെ നമുക്ക് ചെവികൾ കാണാനായിട്ട് പറ്റും അല്ലേ. ദ നെയിം ഓഫ് സം animals whose ears are bigger than our ears. നമ്മളെക്കാളും ഏറ്റവും വലിയ ബിഗർ ആയിട്ടുള്ള ജീവികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ദ ഇയേഴ്സ് ഓഫ് എലഫന്റ്, rabbit, cow, buffalo, ox, dogs etc. are bigger than out of ours. അതാണ് ഏതൊക്കെയാണ് ജീവികൾ? എലഫന്റ്, റാബിറ്റ്, കൗ, ബഫലോ, ഓക്സ്, ഡോഗിനൊക്കെ നമ്മളെക്കാളും വലിയ ചെവികളാണ്. ഈസ് ദെയർ സം ലിങ്ക് ബിറ്റ്വീൻ ദ സൈസ് ഓഫ് അനിമൽസ് ഇയേഴ്സ് ആൻഡ് ദെയർ ഹിയറിംഗ്? ആ ഒരു ചെവിയുടെ വലിപ്പം വെച്ചിട്ട് അവരുടെ കേൾവി ശക്തിയുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐ തിങ്ക് ദെയർ മേ ബി സം ലിങ്ക് ബിറ്റ്വീൻ ദ സൈസ് ഓഫ് അനിമൽസ് ഇയേഴ്സ് ആൻഡ് ദെയർ ഹിയറിംഗ്. ചെറിയൊരു എന്തുണ്ട്, സാമ്യമുണ്ട് അല്ലേ. The animals with a larger ears can hear better because their ears can collect more sound waves. ഏറ്റവും വലിയ ചെവികളുള്ള ജീവികൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല കേൾവിശക്തി കൂടുതലായിരിക്കും. കാരണം എന്താണ്, അവർക്ക് കൂടുതലായിട്ട് സൗണ്ട് വേവ്സിനെ പിടിച്ചെടുക്കാനായിട്ട് പറ്റും. വാട്ട് ഡു യു തിങ്ക് ആർ സം ഓഫ് ദ ഡേഞ്ചേഴ്സ് ടു ടൈഗേഴ്സ് ഇൻ ദ ജംഗിൾ? ജംഗിളിലുള്ള ടൈഗേഴ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലെ ഡേഞ്ചേഴ്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ബിഗ്ഗസ്റ്റ് ത്രെറ്റ് ടു ടൈഗേഴ്സ് ഈസ് ഫ്രം ഹണ്ടേഴ്സ് ആൻഡ് പോച്ചേഴ്സ് ഹു കിൽ ദം ഫോർ ദെയർ സ്കിൻസ്. എന്താണ്, അവരുടെ സ്കിന്നിന് വേണ്ടിയിട്ട് കുറേ പേര് വേട്ടയാടുന്നുണ്ട് അല്ലേ. ബിസൈഡ്സ് ദി ആർ ത്രെറ്റൻഡ് ബൈ അതർ പവർഫുൾ അനിമൽസ് ലൈക്ക് ലയൺ. ഡേഞ്ചേഴ്സ് ആർ ഓൾസോ ഫ്രം ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റ് ഫൈബേഴ്സ് ആൻഡ് ഗ്രോയിങ് ഇംബാലൻസ് ഇൻ നേച്ചർ. അതായത് എന്താ പറയുന്നത്, ലയൺ ഇപ്പോൾ പവർഫുൾ അനിമൽസ് ആയിട്ടുള്ള ലയണൊക്കെ ഇവരെ നന്നായിട്ട് ഉപദ്രവിക്കാം. അതുപോലെ തന്നെ എന്താണ്, ഫോറസ്റ്റൊക്കെ നമ്മൾ നശിപ്പിക്കുന്നതോട് കൂടിയിട്ടും ഇവരെ വംശനാശം സംഭവിക്കുകയാണല്ലേ. അതാണ് പറയുന്നത്. ക്യാൻ ഹ്യൂമൻ ബീങ്സ് ഓൾസോ ബി ത്രെറ്റ് ടു അനിമൽസ്? ഹൗ? എന്താണ്, മനുഷ്യന്മാരെ ജീവികളെ ഉപദ്രവിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഹ്യൂമൻ ബീങ്സ് ആർ ഓൾസോ ത്രെറ്റ് ടു അനിമൽസ്.
എന്താണ് ഉപദ്രവിക്കുന്നുണ്ടല്ലേ? ഡ്യൂ ടു എ കണ്ടിന്യൂസ് പോച്ചിങ് മെനി animals have either got extinct or have come to the stage of extinction. ഇപ്പോൾ നമുക്കറിയാലേ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല ജീവികൾക്കും. Elephants are killed for their tusk, rhinoceros for their horns, tigers, crocodiles and snakes for the skins and so on. അതായത് സ്കിന്നിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ മൃഗങ്ങളെ വേട്ടയാടുന്നുണ്ട്. മസ്ക് ഡിയർ ആർ കിൽഡ് ടു പ്രിപ്പയർ സെൻഡ് ഫ്രം their musk. Further going human interference and destruction of forests have only aggravated dangers to these animals. അപ്പോൾ അത് കാരണം എന്താ പറയുന്നത്, മനുഷ്യന്മാർ ഇവർ ത്രെറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അല്ലേ പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് 5ാം ക്ലാസ്സിലെ CBSE NCERT നിന്ന് വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. വാട്ട് ആർ ദ അതർ സച്ച് നാഷണൽ പാർക്സ് ഇൻ ഇന്ത്യ? ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കേണ്ടത്. ഏതാണ്? കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലുള്ളതാണ്. കൻഹ നാഷണൽ പാർക്ക് ഇത് PSCയിലാണെന്നുണ്ടെങ്കിലും CBSE NCERT ആണെന്നുണ്ടെങ്കിലും ചോദിക്കുന്ന ഒരു ഭാഗം ഉണ്ടോ. കൻഹ നാഷണൽ പാർക്ക് എന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഇനി കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ്? കാസിരംഗ ആസാമിലാണ് അല്ലേ. ആസാം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്കൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ദേശീയ പാർക്കാണ് കാസിരംഗ നാഷണൽ പാർക്ക്, ആസാമിലാണ്. ഗിർ നാഷണൽ പാർക്ക് എവിടെയാണ്? ഗുജറാത്തിലാണ്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമുണ്ടോ. ഗിർ നാഷണൽ പാർക്ക് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ചോദിച്ചിട്ടുണ്ടല്ലോ രത്തംബോർ നാഷണൽ പാർക്ക് എവിടെയാണ്? രാജസ്ഥാനിലാണ് രത്തംബോർ നാഷണൽ പാർക്ക്. നാഗർഹോൾ നാഷണൽ പാർക്ക് എവിടെയാണ്? മൈസൂരാണ് നാഗർഹോൾ നാഷണൽ പാർക്ക്. പലമാവ് നാഷണൽ പാർക്ക് എവിടെയാണ്? ജാർഖണ്ഡിലാണല്ലേ പലമാവ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കൻഹ എന്ന് പറയുന്നത് കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശ്, കാസിരംഗ ആസാം, ഗിർ ഗുജറാത്ത്, പിന്നെ എവിടെയാണ്? രത്തംബോർ നാഷണൽ പാർക്ക് രാജസ്ഥാൻ, നാഗർഹോൾ മൈസൂർ, പലമാവ് ജാർഖണ്ഡ്. അപ്പോൾ അത്രയൊക്കെയുണ്ടോ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. കൂടുതലായിട്ടും സെൻസ് ഓർഗൻസിനെ കുറിച്ചിട്ടാണല്ലേ പറയുന്നത്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ. ഇനി വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഭാഗങ്ങൾ പഠിക്കാനായിട്ടുണ്ടാവും. ഇത് കൂടുതലും ആക്ടിവിറ്റീസുമായി ബേസ്ഡ് ആയിട്ട് 5ാം ക്ലാസ്സിലെ ഒരു തുടക്കമായ കാരണം അത്രയും ചെറിയൊരു ചാപ്റ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഇനിയും ഇതുപോലെ CBSE NCERT ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ.